ഹലോ, ഇന്ന് നമ്മൾ ബീഫ് മേടിക്കാൻ പോവാം. എടാ കട ഏതാ? ഏത് ബുച്ചേഴ്സാ? ആഹാ, നല്ല തേച്ചരച്ച് കഴുകി യൂട്യൂബ് എടുത്ത് തുറക്കാൻ നോക്കണം. നിവേദ്യമാണ്. ഏതൊന്നും ഇല്ലല്ലോ, പ്രഷർ കൂടെ പോട വേണ്ട. ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കണം, ഇവിടെ നൂര, എന്നിട്ട് കമ്പി എടുക്കുക, എന്നിട്ട് ഓരോ പാർട്സ് ആയിട്ട് ഊരി എടുക്കുക. നീ അവനെ വിളിച്ചേ, ഇതിന്റെ മുതലാളിയെ വിളിച്ചു. കുക്കർ പന്നിക്കാൻ ഡൗട്ടുണ്ട്. അമ്മയെ വിളിച്ചു ചോദിക്കുക. മമ്മി കോളിംഗ്, മമ്മി കോളിംഗ്. അമ്മ പറയുന്നത് പോടാ, എനിക്ക് വേറെ പണിയുണ്ട്. ഇത്രയും കാലം നിനക്ക് ഉണ്ടാക്കി തന്നത് വരെ ഇനിയെ ശല്യം. വേണ്ട, അതുകൂടെ ചേർത്ത് തിന്ന് ടച്ചിങ് സൈഡ് നീ കൂട്ടത്തിലെ കൊമ്പം വന്ന കൊറിയൻഡർ പൗഡർ 1 ടേബിൾ സ്പൂൺ. ടേബിൾ സ്പൂൺ കുറച്ച് അധികം കിടക്കട്ടെ. ആ പൊളി. അടുത്ത 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ. അത് വേണ്ട, അവ ഇത്തിരി എരി കൂട്ടിലെ കാശ്മീരി അല്ല പറഞ്ഞത്, സാധാ ചില്ലി പൗഡർ. പിന്നെ കൂട്ടി പറയേണ്ടി വരുമല്ലേ. 1/4 ടീസ്പൂൺ. ടീസ്പൂണും കാല. ഇത് മഞ്ഞപ്പൊടിയാണ്, ഇച്ചിരി മതി. തട്ട്. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ. എടാ പെപ്പർ അവസാനം ഇടുന്നുണ്ട്. ഏതാ ഇതെത്ര? പറഞ്ഞിട്ട് നീ എന്തോ മലയല്ല എന്റെ അടുത്ത് ഉണ്ടാക്കാനുള്ള. 1 ടീസ്പൂൺ അതിന്റെ 1/4 ഭാഗം അത്ര കേട്ടോ. കുറച്ചുകൂടെ ഇടാം കേട്ടോ. അത് കുറച്ചുകൂടെ ഇടാം. ശകലം തട്ടിക്കിട്ട് ശകലം ഇട്ടോ. മതി ധാരാളം. ആ ഒരു നുള്ളി വീണെന്ന് സംഭവിക്കുന്നത്. ഇനി അളക്കണ്ടേ? ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് റോസ്റ്റ്. 6 വെളുത്തുള്ളി 1 ഇഞ്ചി അരി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അതെ, ഒരു ടീസ്പൂൺ കുറച്ചധികം നല്ല പൊളിപ്പാണ് കേട്ടോ ബീഫിന്. ഒരു കുഴപ്പമില്ല, നല്ല പെപ്പർ തീ വരും. മിക്സ് ചെയ്യട്ടെ? വെള്ളം ഒഴിക്കണോ? വേണ്ട. ആദ്യമായിട്ട് ഞാൻ ഫ്രഷ് ആയിട്ട് കഴിക്കുന്നേ. ഇന്ന വരെ നാട്ടിൽ കഴിച്ചിട്ടില്ല. കുക്കർ ഒഴിക്കാതെ ഒന്നും അല്ല, കുക്കർ ഒഴിച്ചിട്ടോ ഉപയോഗിക്കുന്നത്. സവാള അരിയണോ? വെള്ളം ഒഴിക്കാതെയാ?
കുക്കറിൽ വെള്ളം ഒഴിക്കാതെയോ? ഈ ബീഫ് വെള്ളം ഉണ്ടെങ്കിൽ അല്ലേ ഇത്? ഇവിടുത്തെ ഓസ്ട്രേലിയൻ ബീഫ് വെള്ളമല്ലേ ഇല്ലടാ, വിസ്കി. കുട്ടി അടിക്കുന്നുണ്ടാ? ഒരു വിസിലായി. നമ്മളൊരു 4-5 വിസിൽ അടിക്കാൻ വരെ വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 5ാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കൂടെ ബാക്കിയിരിക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അമ്മയ്ക്ക് വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കണേ. വെച്ച് ഇനി അടുത്ത എന്താ? കടുക് ഇട്ടോ, രണ്ടും കൽപ്പിച്ച്. സൗണ്ട് എഫക്റ്റ് ഒക്കെ വരുന്നുണ്ടല്ലോ ഇടാ. അതെ, അതെന്താ ഇട്ടേ? ജിഞ്ചർ ഇട്ട് ഇനി ഗാർലിക് കൂടെ. ഗാർലിക് തിരിച്ച് രണ്ടും ഇട്ട് ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഇളക്കണമല്ലേ? കുറച്ചുള്ള പോലെ അടിയിലോട്ടുണ്ട്. 1 കിലോ മൊത്തം ഉണ്ട്. 1 കിലോ ബീഫാ കയറ്റാൻ പോകുന്നേ. എൻ്റെ അടിയ പൊറോട്ട അടിക്കണം. ബീഫ് കൊണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. കൺട്രോൾ ഇനി എന്തുവാ? ഗോൾഡൻ ബ്രൗൺ കുറച്ച് കളർ വരും. കൊറിയാണ്ടർ 1 ടേബിൾ സ്പൂൺ അല്ലേ? 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കൊറിയാണ്ടറും 2 ടേബിൾ സ്പൂൺ 1 ടീസ്പൂൺ ഗരം മസാല. 1 ടീസ്പൂൺ ഗരം മസാല. എല്ലാം വരുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞേ, എന്തോ ഐറ്റം? മൂഡ് ഐറ്റം. കൊള്ളാം, പൊളി. എടാ ഈ പൊറോട്ട, സോറി ഗൈസ്, ഞാൻ പൊറോട്ട അടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, പക്ഷെ നടന്നില്ല. ഇത് വീറ്റ് പൊറോട്ടയാണ്. മൈദ പൊറോട്ട ആയിരുന്നെങ്കിൽ നമുക്ക് അടിക്കായിരുന്നു. ഞാൻ വീഡിയോക്ക് വേണ്ടി അടിച്ചാലോ? വീഡിയോക്ക് വേണ്ടി ഞാൻ അടിക്കാടാ. എന്തായാലും ഞാൻ പറഞ്ഞതല്ലേ. നമുക്കിവിടെ എല്ലാ വീക്കെൻഡും ഫുഡ് സ്റ്റാൾ ഇടാം. ആറമൈറ്റിലെ പിള്ളേരെയൊക്കെ വിളിച്ചായിട്ട് ഫുഡ് കൊടുക്കുക. കാണിക്കേ. കഴിച്ചു നോക്ക് ബീഫ്. നീ ബീഫ് കഴിച്ചിട്ട് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടെന്ന്. എടാ മോനെ, എന്ത് ശരിക്കും പറ, സീനല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അതും പറഞ്ഞുകൊണ്ട് സൈനിങ് ഓഫ്.